പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, കാത്തിരിപ്പിന് വിരാമം ദൈവമിടുകയാണ്. സ്തോത്രം. കാത്തിരിപ്പിന് വിരാമം. അല്ലല്ലേ? നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ? പക്ഷേ കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ചില കാത്തിരിപ്പിന് ദൈവം വിരാമമിടുകയാണ്. സ്തോത്രം. നമുക്ക് നോക്കാം. സങ്കീർത്തനങ്ങൾ 25 നാം നോക്കുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇവിടെ പറയാൻ ദൈവത്തെ കാത്തിരിക്കുന്നവർ, ദൈവമുഖത്തേക്ക് നോക്കുന്നവർ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രതിയെ നാം കാത്തിരിക്കുമ്പോൾ അതിനുവേണ്ടി നാം എന്ത് ചെയ്യുക? ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വിരോധമായി പ്രവർത്തിക്കുന്നവർ, നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ നന്നായി ജീവിക്കുക, നമ്മുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കാത്തവർ, നമ്മൾ എന്നും കണ്ണുനീര് കൊണ്ട് കണ്ണുനീര് കൊണ്ട് എന്നും നമ്മൾ ജീവിക്കണമെന്ന്, തല കുനിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഒക്കെ നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം, അവിടെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ആലോചന കേട്ട്, ദൈവിക പ്രവചന ദൂത് കേട്ടിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 25 വായിക്കുമ്പോൾ, യെരൂശലേമിൽ ശിമയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ അള്ളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു യേശു എന്ന പൈതലിന് മേൽ ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, നാഥാ, ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, സകല ജാതികളും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ടുവ. നോക്കുക, രക്ഷ അല്ലെങ്കിൽ കാത്തിരിപ്പിന് വിരാമമിടുന്ന ദൈവം. ഇവിടെ പറയുകയാണ്, ശിമയോനോട് ദൈവത്തിന്റെ പ്രവചനത്തിൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, നിന്റെ മരണം ക്രിസ്തുവിനെ കണ്ട ശേഷം മാത്രമേ നിന്റെ മരണം സംഭവിക്കൂ. അതായത് കർത്താവിന്റെ യേശു ക്രിസ്തുവിനെ ജനിച്ചു, എന്നിട്ട് മാത്രം ഈ ഭൂമിയിലേക്ക് ദൈവം തന്റെ മകനെ അയച്ച ശേഷം, അവനെ കണ്ട ശേഷം മാത്രമേ നീ ഈ ലോകം വിട്ടു പോകുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശിമയോൻ തന്റെ കാത്തിരുന്നത് എന്താണോ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നത്, ആ വിഷയങ്ങളെ കാണുവാനിടയായി. ഇവിടെ പറയുകയാണ്, യെരൂശലേമിൽ ശിമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ നീതിമാൻ, ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി ദൈവപ്രവൃത്തി ആശ്വാസത്തിന്റെ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നതിനായിരുന്നു ശിമയോൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കാത്തിരിക്കും നമ്മുടെ ജീവിതത്തിലെ ആശ്വാസത്തിന് വേണ്ടി അല്ലേ? ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും, നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നാം ആയിരിക്കുമ്പോൾ, ഇവിടെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ, ഏത് വിഷയത്തിന് ആശ്വാസനായോ, ഇന്ന പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടന്നാൽ, ഇന്ന വിഷയം എന്റെ ജീവിതത്തിൽ നടന്നാൽ എനിക്ക് വലിയ സമാധാനം ഉണ്ടാകും, ഇന്ന വിഷയം എന്റെ ജീവിതത്തിൽ നടന്നാൽ എനിക്ക് വലിയ സ്വസ്ഥത ഉണ്ടാകും, മറ്റുള്ള മുമ്പിൽ എനിക്ക് തലയിൽ പിടിച്ച് നടക്കാൻ കഴിയുമെന്നൊക്കെ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, ആ വിഷയത്തെ വിരാമം. ഇവിടെ നമുക്ക് ലൂക്കോസിന്റെ 2-ാമത് കാണുന്ന ഒരു കാര്യം, ശിമയോൻ ഏത് വിഷയത്തിന്റെ ഏത് ശബ്ദമാണ് ചെവി കൊണ്ട് കേട്ടത്, ആ ശബ്ദം കണ്ണുകൊണ്ട് കാണുവാൻ പ്രവചന ദൂത് ചെവി കൊണ്ട് കേട്ട മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ട ദൈവശബ്ദം
ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ പോവുകയാണ്. സ്വതയോടെ കാണുന്നു. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിലേക്ക് ചെന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ നിങ്ങൾ കാണുവാൻ ഇടയാകും. എന്നിട്ട് അതിനെ കയ്യിലെടുത്ത് നോക്കുക. അമീൻ. അള്ളി ചെയ്തതിനെ, വാഗ്ദത്തത്തിനെ കയ്യിലെടുക്കും. സ്തോത്രം. കയ്യിലെടുത്ത് ഏന്തി ദൈവത്തെ പുകഴ്ത്തി. സ്തോത്രം. വാഗ്ദത്തം നിങ്ങൾ കയ്യിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തും. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ കയ്യിലെടുത്ത് കാത്തിരിക്കുന്ന വിഷയത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന് ഹല്ലേലൂയ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അത് കരങ്ങളിലെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായിത്തീരും. വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആമേൻ ദൈവം തരും. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ കാണും. സ്തോത്രം. ഇവിടുത്തെ സകല ജാതികളും നിന്റെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. സ്തോത്രം. അതിനുശേഷം നമുക്ക് പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ചവൻ അമ്മയായി മറിയത്തോടും ആമേ സ്തോത്രം സംസാരം കാണുവാൻ കഴിയും. നോക്കുക, അവിടെ കാര്യം യേശുവിനെ കണ്ട ശേഷം മാത്രം ശിമയോന്റെ കണ്ണടയുന്ന വാക്തത്വം പ്രവചനത്തിലൂടെ കേട്ടപ്പോൾ അതിനുവേണ്ടി ദീർഘനാളിൽ കാത്തിരുന്ന മനുഷ്യൻ വാക്തത്വം പ്രാപിച്ച ശേഷമാണ് താനഹലിലെ മരണം തന്നെ മരണം തന്നെ ചെയ്ത് കടന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ കടന്നു പ്രിയപ്പെട്ടവരെ, വാക്തത്വങ്ങളെ നിങ്ങളുടെ കരങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ തന്ന് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. വാക്തത്വങ്ങൾ പ്രാപിച്ചവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ വാക്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് വാക്തത്വങ്ങളെ കയ്യിൽ നിങ്ങൾ ഏന്തുവാനിടയാകും. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.